ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷു കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. വിഷു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ അപ്ലോഡ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി കേട്ടോ. നമ്മൾ രാവിലെ തന്നെ വിഷുക്കണിയൊക്കെ കണ്ടു. പിന്നെ അച്ഛൻ്റെ വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ പുറം കണി വെക്കാൻ വേണ്ടിയിട്ട് 4 സൈഡിലും പുറം കണിയൊക്കെ വെച്ചു. അങ്ങനെ കോമ്പലയും മേശാപ്പവും നിലച്ചക്രവും ലൂസായിട്ടുള്ള കുറേ പടക്കങ്ങളില്ലേ അതൊക്കെ കത്തിച്ചു. കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കമ്പിത്തിരികളും മത്താപ്പൂവും ഒക്കെ കത്തിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയി കിടന്നുറങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഇത്തവണത്തെ വിഷുക്കണി. ഇതാണ് നമ്മൾ വിഷുക്കണി കണ്ടത്. സമയം 5:50 കേട്ടോ. ഈ സമയം 6:15. അങ്ങനെ ഉറങ്ങി നീറ്റ് രാവിലെ കുളിച്ച് മാറ്റി രാവിലത്തെ ചായ എന്ന് പറഞ്ഞാൽ പുട്ടും നെയ്യപ്പവും ചായ കേട്ടോ ഞാൻ കഴിച്ച്. പിന്നെ നമ്മൾ നേരെ തറവാട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. അവിടുന്ന് രാവിലെ തന്നെ കൈനീട്ടൊക്കെ കിട്ടി. മാമൻ്റെയും അമ്മമ്മൻ്റെയൊക്കെ അവിടെ കൈനീട്ടൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ തറവാട്ടിലത്തെ വിഷുക്കണി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ മാമിമാരും അമ്മയും എല്ലാവരും കൂടി ഉച്ചക്കത്തേക്കുള്ള പരിപാടിയില്ല കേട്ടോ, സദ്യേൻ്റെ. പിന്നെ മാമന്മാരും കുട്ടികളും അമ്മമ്മയൊക്കെ പടക്കം പൊട്ടിക്കുന്ന ഓരോ പരിപാടിയിൽ ഇങ്ങനെ. ഇത് ഇട്ടാപ്പൊട്ടി കേട്ടോ, എറിഞ്ഞു പൊട്ടിക്കുന്ന പടകല്ലേ ചെറുത്. പിന്നെ ഒരു ഗുണ്ടൊക്കെ പൊട്ടിച്ചു. അത് കഴിഞ്ഞാൽ അച്ഛൻ വന്നു കേട്ടോ. അച്ഛൻ വന്ന് ഇതേപോലെ എല്ലാവർക്കും കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞേരെ നമ്മൾ ഉച്ചയായപ്പം സദ്യ കഴിക്കാനുള്ള ഇല വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അച്ഛനും മാമനും ഹെൽപ്പറായിട്ട് കുട്ടൂസും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. പിന്നെ നമ്മളിപ്പോൾ വിഷുവിനായാലും ഓണത്തിനായാലും ഫസ്റ്റ് തന്നെ നമ്മൾ സദ്യ വെച്ച് കൊടുക്കും കേട്ടോ അമ്മച്ചന്. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞേരെ അച്ഛന് ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഈവനിങ് ഡ്യൂട്ടിയാണ്. ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരും. അപ്പം അച്ഛന് പോകാനുള്ളതുകൊണ്ട് ആദ്യം അച്ഛൻ പോയി കുറച്ച് കഴിഞ്ഞേരെയാണ് കഴിക്കാനിരുന്നത്. അതിൻ്റെ തന്നെ എല്ലാ വിഭവവും ഇങ്ങനെ താഴെ ഇങ്ങനെ വെച്ചിട്ട് അതിന് ചുറ്റിലും ഇല വെച്ചിട്ട് ഓരോ വിഭവവും ഇങ്ങനെ സർക്കിളിലായിട്ട് ഇങ്ങനെ വിളമ്പി വരിക കേട്ടോ ചെയ്തത്. കുട്ടൂസും പൊന്നൂസും മാമനും മാമിയും അമ്മയും എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിളമ്പി. ഇവിടെ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ സദ്യേൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ടാവും കേട്ടോ. വിഷുവിൻ്റെ അന്ന് ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഇതാണുള്ളത്: ചോറ്, പച്ചക്കറി, സാമ്പാർ, ചിക്കൻ കറി, അവിയൽ, പച്ചടി, പുളി, പയറുപ്പേരി, പപ്പടം, പഴം, പായസം. ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ എനിക്ക് സാരി എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം പോയി ഇവരിത് വിളമ്പുന്നതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ജോയിൻ ചെയ്തു. ഇതാണ് കേട്ടോ സദ്യ. ഇന്നലെ വലിയ സദ്യ ആയിരുന്നല്ലോ, 24 ഡിഷൊക്കെ ഉള്ളതിന്. അപ്പം ഈ വിഷുവിൻ്റെ തലേന്ന് വലിയ സദ്യയും വിഷുവിൻ്റെ അന്ന് മിനി സദ്യയും ചിക്കൻ കറിയായിട്ട്. അപ്പം അത് കഴിഞ്ഞേരെ പായസവും ചോറും പഴവും കൂട്ടിയിട്ട് ഒരു പിടുത്തങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞേരെ നമ്മൾ കൊമ്പല പൊട്ടിക്കാണ് ഗീസ്. അപ്പോൾ പൊട്ടു കേട്ടോ. ആ കോമ്പലേൻ്റെ തറ്റത്ത് പേപ്പർ വെച്ചതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞാൽ എല്ലാവരും പായസം കുടിച്ചു കേട്ടോ. ചോറിന് കുറച്ച് കഴിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും പായസം കുടിച്ച് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. ചെറുതായിട്ടൊന്നും ഉറങ്ങി എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞാൽ സന്ധ്യയായപ്പം അമ്മ വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വിളക്ക് കത്തിച്ച് പുറം കണി വെക്കണമല്ലോ. അപ്പോൾ വിളക്ക് കത്തിച്ചതിന് ശേഷം 4 സൈഡും തീ ഇട്ട് പുറം കണി വെച്ച് പടകം വെക്കും. ഇവിടെ ചുറ്റുഭാഗം വീടായതുകൊണ്ട് ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കോമ്പല പൊട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വിഷുവായ പിന്നെ എല്ലായിടത്തും ഉള്ളതാണല്ലോ, പടക്കം ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ. അങ്ങനെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു എല്ലായിടത്തും.
കഴിഞ്ഞാൽ നമ്മൾ കോമ്പല പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ ചായ കുടിക്കായിരുന്നു കേട്ടോ. ബ്രെഡും പൊറാട്ടയും ചിക്കൻ കറിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സദ്യയും കഴിച്ചായിരുന്നു കേട്ടോ. രാത്രിക്ക് ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പടം പൊട്ടിക്കാൻ. അവിടെ ഇലക്ട്രിക്കിൻ്റെ കണ്ടില്ലേ? കമ്പിത്തിരി അല്ല, അതിന് വേറെ തന്നെ ഉണ്ടല്ലോ സംഭവം. അടുത്ത എന്തോ പൊട്ടിക്കുന്നുണ്ട്. അടുത്ത പൊട്ടിക്കുന്നത് കമ്പിത്തിരി. ഓ ഓ റെഡ്. അത് ഞങ്ങൾ വാങ്ങിച്ചതാ. ഇന്നലെ വാങ്ങിച്ചതാ. അയ്യോ ഉണ്ണിമാച്ചിന് കാണില്ല. ആ അപ്പൊ കാണില്ല. ഷെയറിങ് ഈസ് കെയറിങ്. അങ്ങനെ കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇത്തവണത്തെ വിഷു അങ്ങനെ ആഘോഷിച്ചു കേട്ടോ. ഇതൊരു ഗുണ്ടാണ് പൊട്ടിക്കുന്നത്. ഗുണ്ടിൻ്റെ സൗണ്ട് പേടിച്ചിട്ട് എല്ലാവരും ദൂരത്തേക്ക് മാറിക്കുക. അത്രയും നേരം അച്ഛങ്ങനെ നേരെയാണ് നിന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കത്തിച്ച ടൈമിൽ കുറച്ച് ചെരിഞ്ഞ് നിന്നുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ആ ഗുണ്ട് ജസ്റ്റ് മിസ്സായിട്ട് അച്ഛനെ മുന്നിൽ കൂടെ തട്ടിയില്ല എന്നുള്ള പോലെ ജസ്റ്റ് മിസ്സിന് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് നമുക്ക് തട്ടിയിട്ടുണ്ടാകുന്നു. അങ്ങനെ ഓരോരോ പടകൊക്കെ എത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പോൾ പൊട്ടിക്കുന്ന എന്താ ഓലപ്പടകം തോന്നുന്നുണ്ട്. ഓലപ്പടകം പിന്നെ നമ്മൾ ഏട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടോ പടകം പൊട്ടിക്കുന്നതൊക്കെ. മാമ അങ്ങനെ കാണിച്ചു കൊടുക്കുക. ഓലപ്പടകം പൊട്ടിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഏട്ടനെ വിളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എന്തോ തിരക്കിലായിരുന്നു, ആള് കണക്റ്റായിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ ഹെലികോപ്റ്റർ പടക്കം, ആ പച്ചക്കളറും. ഇത് മേലെ പോയി പൊട്ടുന്നത്. അങ്ങനെ മേലെ പോയി പൊട്ടുന്നതിൻ്റെ പടക്കത്തിന് കോമഡി ഉണ്ടെന്നിട്ടോ. നേരെ പോയി നമ്മൾ കത്തിച്ച് അതിനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ റോട്ടിൽ തന്നെയാണ് വെച്ചത്. റോട്ടിൻ്റെ കറ്റത്ത് റോട്ടിൻ്റെ ഒരു സൈഡിൽ സിമെൻറ്റിട്ട് ആ ഭാഗമല്ലേ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 4-5 നേരെ മേലെ പോയി പൊട്ടി. പക്ഷേ ബാക്കിയൊക്കെ സൈഡിലേക്കാണ് പോയിരുന്നത്. അത് ചെരിഞ്ഞു പോയി. പകുതി പൊട്ടിക്കഴിഞ്ഞാൽ അത് ചെരിഞ്ഞു നോക്കിക്കൊണ്ട് അപ്പോൾ ഇപ്പോൾ കാണാം. 5-6 നേരെ കറക്റ്റായിട്ട് മേലെ പോയി പൊട്ടുണ്ട്. പിന്നെ പൊട്ടുന്ന മൊത്തം സൈഡിലേക്കും ഈ സൈഡിലേക്കും അവിടേക്കും ഇവിടേക്കും ഒക്കെ ആയിട്ടാണ് പൊട്ടുന്നത്. എല്ലാവരും കൂടി ഓടി എങ്ങനെയൊക്കെയോ സൈഡിലൊക്കെ പോയി ഒന്ന് കണ്ടു. ഒന്ന് പൊട്ടി മേലെ പോയി, അടുത്തതും കറക്റ്റായിട്ട് മേലെ പോയി. വീണ്ടും മേലെ തന്നെ പോയിട്ടുണ്ട്. പിന്നുള്ളതൊക്കെ നേരെ സൈഡിലേക്കൊക്കെ പോയി. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എവിടേക്കൊക്കെയോ ഒന്നതാ വയലിൻ്റെ അപ്പുറത്തേക്ക് പോയായിരുന്നു. അതൊന്ന് ഇപ്പുറത്തെ വയലിലേക്ക് പോയായിരുന്നു. കോമഡി വയലിലായതുകൊണ്ട് എടുത്ത് വീടില്ലാത്തതിനോണ്ട് ചിരിഞ്ഞു പോയാലും കുഴപ്പമില്ല. വയലിലാണല്ലോ, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. ഇനി പുതിയൊരു വെറൈറ്റി വീഡിയോ വരുന്നതിലേക്കും ടാറ്റാ.